പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും എല്ലാം രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇതാ പറവൂരിലെ വീടിനടുത്തുള്ള സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ തന്നെ അവിടെ നീണ്ട നിരയുണ്ട്. സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഗുരുവായൂരുന്നുണ്ട്. സതീശനൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും കൂടി വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അവർ ക്യൂവിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഏതായാലും ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. 6:52 ആയിരിക്കുന്നു. 8 മിനിറ്റുകൾ മാത്രമാണ്. അതിനപ്പുറം ഇതാ കേരളം വിധിയെഴുതുകയാണ്. വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ഇതാ വോട്ട് രേഖപ്പെടുത്താൻ പ്രമുഖർ ഉൾപ്പെടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ചൂടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകാം എന്നാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ച വോട്ടർമാരെല്ലാം പറയുന്നത്. ആ ട്രെൻഡ് തന്നെയാണെങ്കിൽ ഉച്ചയ്ക്ക് മുൻപ് നല്ല പോളിംഗ് ആയിരിക്കും രേഖപ്പെടുത്തുക. സജോ ചേരുന്നുണ്ട്. സജോ, വി.ഡി. സതീശനും കുടുംബവും അങ്ങനെ വോട്ടർമാർക്കിടയിൽ വോട്ട് ചെയ്യാനായി ക്യൂവിലിടം പിടിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖത്ത് നല്ല ചിരിയുണ്ട്, പ്രസരിപ്പുണ്ട്. വോട്ടെടുപ്പിലും അത് കാണും എന്നാണ് UDF-ന്റെ പ്രതീക്ഷ, അല്ലേ? വിനീത, ഉറപ്പായും പ്രതിപക്ഷ നേതാവ് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറവൂർ മണ്ഡലത്തിലെ കേസരി ബാലകൃഷ്ണപിള്ള മെമ്മോറിയൽ കോളേജ്, അവിടെ 135-ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുക. കേസരി ബാലകൃഷ്ണ മെമ്മോറിയൽ കോളേജ് നോർത്ത് പറവൂർ, അവിടെ 2 ബൂത്തുകളാണുള്ളത്. അതിൽ 135-ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത്. അദ്ദേഹം കുടുംബത്തോടൊപ്പമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇവിടുത്തെ പറവൂരിൻ്റെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ 4 നൂറ്റാണ്ടായി ഇവിടുത്തെ ജനപ്രതിനിധിയാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് UDF-ന് വേണ്ടി നയിച്ചത് അദ്ദേഹമാണ് എന്ന കാര്യം അറിയാം. പറവൂരിനെ സംബന്ധിച്ച് 4 നൂറ്റാണ്ടായി അദ്ദേഹം ഇവിടുത്തെ ജനപ്രതിനിധിയാണ്. വീണ്ടും അദ്ദേഹം ഇവിടുന്ന് തന്നെ മത്സരം നേരിടുന്നു. 96-ൽ അദ്ദേഹം മത്സരിക്കുന്നത്. ആ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഇവിടെ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഇവിടെ തന്നെയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നത്. രാവിലെ അദ്ദേഹം നിറഞ്ഞ ചിരിയോടെയൊക്കെയാണ് എത്തുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ അദ്ദേഹം മുന്നോട്ട് വച്ചത് 100 വരെ സീറ്റ് ലഭ്യമാകും എന്ന അവകാശവാദം അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. അതിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്, നല്ല ആത്മവിശ്വാസമുണ്ട് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം ആദ്യ വോട്ടറല്ല, കുറേ വോട്ടർമാരുടെ നിര ക്യൂ ഇവിടെ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം കുടുംബാംഗങ്ങളുമുണ്ട്. അതിനുശേഷം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ഏതായാലും UDF-ന്റെ പ്രതീക്ഷകളെ സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുമായിരിക്കും. പറവൂരിനെ സംബന്ധിച്ചിടത്തോളം പലവിധ കാരണങ്ങൾ കൊണ്ട് ചരിത്രപരമായ സവിശേഷതകൾ കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചൊക്കെ പറയുമല്ലോ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷണാടിസ്ഥാനത്തിൽ 50 ബൂത്തുകളിൽ ആദ്യം ഉപയോഗിച്ചത് ഈ നോർത്ത് പറവൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണെന്നൊരു ചരിത്രം കൂടിയുണ്ട്. ഏതായാലും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി ക്യൂവിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം ഈ 135-ാം നമ്പർ ബൂത്തിലെ വോട്ടറാണ്. അദ്ദേഹത്തിന്റെ ക്രമനമ്പർ നോക്കുകയാണെങ്കിൽ 182 നമ്പർ. 800ഓളം വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത്. രാവിലെ തന്നെ അദ്ദേഹം എത്തുന്നു. ഇവിടെയുള്ള ആളുകളോടൊക്കെ കുശലം പറയുന്നു. അതിനുശേഷം ക്യൂവിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. വോട്ട് രേഖപ്പെടുത്തി പുറത്തു വരും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശം കൂടി ശ്രദ്ധേയമാണ്. UDF-ന് ഭൂരിപക്ഷം അല്ലെങ്കിൽ അധികാരം കിട്ടുന്നില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് അദ്ദേഹം ഒരു വെല്ലുവിളി എന്ന നിലയ്ക്ക് ഒരു ചോദ്യമായി വന്നപ്പോൾ മറുപടി പറഞ്ഞതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസവും അദ്ദേഹം അത് ആവർത്തിക്കുന്നത് കണ്ടു. ആ കാര്യം അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്. റാഫേൽ തട്ടിൽ വോട്ട് ചെയ്യാൻ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണിക്കുന്നുണ്ട്, സജോ. അപ്പോൾ സഭയുടെ നിലപാടും അതിത്തവണ നിർണായകമാണ്. പ്രത്യേകിച്ച് FCRA നിയമ ഭേദഗതിയൊക്കെ ഉള്ള സമയമാണ്. പാണക്കാട് അവിടെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. പാണക്കാട് ശിഹാബ് തങ്ങളും ഒപ്പം PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ എല്ലാ പ്രമുഖരും രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൂടിയാണ്. നമുക്ക് കാണാം, പാണക്കാട് നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. റാഫേൽ തട്ടിൽ ക്യൂവിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്യൂ നിന്ന് വരി നിന്ന് വോട്ട് ചെയ്യാൻ പോവുകയാണ്. ഗുരുവായൂരിൽ നിന്നുള്ള ദൃശ്യം നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. പാണക്കാട് ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ, വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തോടൊപ്പമുണ്ട്. പാണക്കാട് കുടുംബത്തിന് വോട്ട് രേഖപ്പെടുത്തുന്ന ബൂത്തിൽ മുബഷീർ P. അക്ബറാണുള്ളത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറവൂരിലെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. നമ്മൾ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് എല്ലായിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തത്സമയം കാണാം. വോട്ടർമാരുടെ വലിയ നിര രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് മിക്ക ഇടങ്ങളിലും. നമുക്ക് സ്ഥാനാർത്ഥികളും ഓരോരുത്തരും എത്തുന്നുണ്ട്. മുബഷീർ P. അക്ബർ ചേരുന്നു. മുബഷീർ, പാണക്കാട് കുടുംബത്തിന് നിരവധി പേർക്ക് വോട്ടുണ്ട്. ഇപ്പോൾ ലീഗ് അധ്യക്ഷൻ എത്തുന്നു വോട്ട് ചെയ്യാൻ. PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. സത്യത്തിൽ അതൊരു VIP ബൂത്ത് കൂടിയാണല്ലേ? തീർച്ചയായും വിനീത, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ
പാണക്കാട് CK-MLP സ്കൂളിലെ ബൂത്തിലേക്കാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. പാണക്കാട് കുടുംബാംഗങ്ങൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുന്ന പോളിംഗ് ബൂത്ത് കൂടിയാണിത്. ഈ പോളിംഗ് ബൂത്തിലെ ആദ്യത്തെ വോട്ടർ തന്നെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വോട്ടിംഗ് കൃത്യം 7 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വോട്ടറായി തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തും. തൊട്ടപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയുമുണ്ട്. അദ്ദേഹം തൊട്ടപ്പുറത്തെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. പാണക്കാട് കുടുംബാംഗങ്ങൾക്കൊക്കെ തന്നെ ഈ ബൂത്തിൽ തന്നെയാണ് നിലവിൽ വോട്ടുള്ളത്. UDF-നെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുള്ളത്. ശേഷം മലപ്പുറത്ത് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് UDF-ന്റെ കണക്ക് കൂട്ടൽ. മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ 16 മണ്ഡലങ്ങളും മലപ്പുറം തൂത്തുവാരും എന്നതാണ് UDF-ന് പ്രതീക്ഷ വെക്കുന്നത്. ഞാൻ പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ കയ്യിലുള്ള വോട്ടർ ID-യിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ എന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കിയായിരുന്നു. കാരണം തിരിച്ചറിയൽ കാർഡ് എന്ന് പറയുമ്പോൾ പലരെയും തിരിച്ചറിയാൻ പറ്റാത്ത രേഖയാണെന്നൊക്കെ നമ്മൾ ട്രോളുകൾ കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ പഴയ ഫോട്ടോയാണെങ്കിൽ അതൊന്ന് രസകരമായി ഇരിക്കും. വോട്ട് ചെയ്ത ശേഷം നമുക്കൊന്ന് ചോദിക്കാം ആ തിരിച്ചറിയൽ കാർഡിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒന്ന് കാണാൻ പറ്റുമോ. ഏതായാലും സുരേഷ് ഗോപി ഒപ്പം ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ അവർ ഒരുമിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. റാഫേൽ തട്ടിൽ അവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. സിറോ മലബാർ സഭ അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിലെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. അവർ പാണക്കാട് സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഹരിമോഹൻ ഉള്ളത് തൃപ്പൂണിത്തുറയിലെ സ്കൂളിലാണ്. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. ഹരി, എല്ലായിടത്തും വലിയ തിരക്ക് രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ 96-ാം നമ്പർ ബൂത്തിലാണ്. ഇവിടെ രാവിലെ മുതൽക്ക് തന്നെ ഒരു ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട്. വെയിൽ വരുന്നതിന് മുമ്പ് തന്നെ ആളുകൾ വോട്ട് ചെയ്തു പോകാൻ എത്തിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ ഈ ബൂത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ബൂത്തിനും മണ്ഡലത്തിനും പ്രത്യേകതയുള്ളത് തൃപ്പൂണിത്തുറ മണ്ഡലമാണ്. വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉണ്ടായ ഒരു മണ്ഡലം കൂടിയാണ്. മാത്രമല്ല ഈ ബൂത്ത് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി 7 മണിയോടുകൂടി ഒരു ഭാഗത്ത് ക്ഷമിക്കണം, ശ്രീ ക്ലിമീസ് ബാവ വോട്ട് ചെയ്യാനെത്തിയതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. റാഫേൽ തട്ടിൽ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ FCRA നിയമ ഭേദഗതി കുറി നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ്. ഹരി, തുടരാം. തൃപ്പൂണിത്തുറയിൽ ഏതായാലും പ്രായമായവർ ഉൾപ്പെടെ വലിയ നീണ്ട നിര ഇപ്പോൾ വോട്ടർമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വിനിത, പ്രായമായവരും ഒപ്പം തന്നെ കന്നി വോട്ടർമാരും എല്ലാവരും തന്നെ രാവിലെ ഈ 96-ാം നമ്പർ ബൂത്ത്, അപ്പുറത്ത് 81 ഉണ്ട്, 94 ഉണ്ട്, അങ്ങനെ 3-4 ബൂത്തുകളുള്ള തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. വെയിൽ വരുന്നതിന് മുമ്പ് തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി അതെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ രാവിലെ വോട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. തിരക്കാവണ പക്ഷെ ഭയങ്കര തിരക്കാണ്. തിരക്കാവുന്നതിന് മുമ്പ് വോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് വിനീത. പക്ഷെ തിരക്കാണ് ഇവർ വന്നപ്പോൾ തന്നെ. അതായത് പരമാവധി വേഗത്തിൽ തന്നെ രാവിലെ വോട്ട് ചെയ്ത് പോകാൻ വേണ്ടി വന്ന ആളുകളാണ്. അല്പസമയത്തിനുള്ളിൽ, അതായത് ഒരു 7 മണിയോട് കൂടി തന്നെ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് നീണ്ട നിരയുണ്ട്. പ്രതിപക്ഷ നേതാവ് വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നു. അപ്പോൾ ഡോക്ടർ അരുൺകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നമ്മുടെ പ്രമുഖ സ്ഥാനാർത്ഥി ഡോക്ടർ അരുൺകുമാർ. വെൽക്കം ഡോക്ടർ അരുൺ. ഗുഡ് മോർണിംഗ്. ജനാധിപത്യത്തിന്റെ വലിയ ഉത്സവമാണ്. രാവിലെ തന്നെ ഈ ചൂടുള്ളത് കൊണ്ട് വോട്ട് ചെയ്യാൻ ആൾക്കാരൊക്കെ എത്തി. സമയം 7 മണി ആയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ കേരളം വിധി എഴുതാൻ പോവുകയാണ്.